ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പിലച്ചൻ. ഫെബ്രുവരി 22 പത്രോസ്ലീഹായുടെ സിംഹാസനം. ഫെബ്രുവരി 18 ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നു. ഫെബ്രുവരി 22 ആഘോഷിച്ചിരുന്നു. ഫെബ്രുവരി 18 പത്രോസ് അന്ത്യോക്യയിലെ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അതനുസ്മരിച്ചുകൊണ്ടും റോമായിൽ പത്രോസിൻ്റെ ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫെബ്രുവരി 22. ഇപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഫെബ്രുവരി 22 ആഘോഷിക്കുന്നത്. വത്തിക്കാനിൽ ശരിക്കും ഒരു കസേരയുണ്ട്. പത്രോസിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന ഒരു കസേരയുണ്ട്. അതിൻ്റെ തടി വളരെ പ്രാചീനമാണ്. വളരെ പ്രാചീനം എന്ന് വെച്ചാൽ പത്രോസ് പണ്ട് പ്രബോധനം നൽകിയപ്പോൾ ഇരുന്ന തടിയാണ്. ഒരു തടിയിൽ ഇരുന്നിട്ട് പത്രോസ് പ്രബോധനം നൽകിയിട്ടുണ്ട്. ആ തടി പിന്നീട് ആ തടി ഉപയോഗിച്ച് 6-ാം നൂറ്റാണ്ടിൽ ഒരു കസേര പണിതു. ഈ തടി പത്രോസ് ഇരുന്ന തടി തന്നെയാണ്. ആ തടി ഉപയോഗിച്ച് ഒരു കസേര ഉണ്ടാക്കി 6-ാം നൂറ്റാണ്ടിൽ. 875 ആ കസേരയ്ക്ക് ചെറിയ കേടുപാടുകൾ വന്നപ്പോൾ ആ കേടുപാടുകൾ മാറ്റി. 875 ക്രിസ്തുവർഷം 875. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 1647 1653 ഇടയിൽ ഉണ്ടാക്കിയ ഒരു താമ്രപ്പെട്ടിയിൽ, ചെമ്പ് കൊണ്ടുള്ള പിച്ചള കൊണ്ടുള്ള പെട്ടിയിൽ ഈ കസേര ഇറക്കി വെച്ചിരിക്കുക. ഈ കസേര ശാസ്ത്രജ്ഞന്മാർക്ക് പഠിക്കാൻ കൊടുത്തു. 1968 1974 ഈ കസേര അതിന് പ്രാചീനമുണ്ടോ, അത് 1-ാം നൂറ്റാണ്ടിലെ ആണോ, പത്രോസ് ഇരുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പഠിക്കാൻ കൊടുത്തു ശാസ്ത്രജ്ഞന്മാർക്ക്. അങ്ങനെ പഠിക്കാൻ കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടത്. അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് രീതിയുണ്ടല്ലോ, ഒരു തടിയുടെ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ പൗരാണികത എത്രയാണ്, അങ്ങനെ അവർ ശാസ്ത്രീയമായ നിഗമനങ്ങളൊക്കെ എത്തി. അവർ കണ്ടെത്തിയ നിഗമനങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതായത് 1-ാം നൂറ്റാണ്ടിലെ തടിയാണ്, അത് പത്രോസ് ഇരുന്ന ഒരു തടിയാണ്. ആ തടി ഉപയോഗിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിൽ ഒരു കസേര ഉണ്ടാക്കി, പത്രോസിൻ്റെ കസേര, പത്രോസിൻ്റെ സിംഹാസനം. അത് 875 ക്രിസ്തുവർഷം 875 അതിൻ്റെ കേടുപാടുകൾ പോക്കി. പിന്നെ ഇത് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഒരു വലിയ താമ്രപ്പെട്ടിയിൽ അത് ഇറക്കി വെച്ചിരിക്കുന്നു. അത് 1968 1974 വത്തിക്കാൻ അത് ശാസ്ത്രജ്ഞന്മാർക്ക് പഠിക്കാൻ വേണ്ടി അത് കൊടുത്തു. അവർ പഠിച്ചതിന് വെളിച്ചത്തിലാണ് ഇത്രയും പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പത്രോസിൻ്റെ ഒരു കസേര, പത്രോസിൻ്റെ ഒരു സിംഹാസനം വത്തിക്കാനിലുണ്ട്. അത് പത്രോസ് ഇരുന്ന തടി ഉപയോഗിച്ച് തന്നെ പണിതിരിക്കുന്നത്. എന്തിനാണ് ഇതൊരു സിമ്പിളാണ്, ഒരു പ്രതീകം. ഈ ബൈബിളിൽ നമ്മൾ ഈ ലോകത്താണ്, നമ്മൾ ആത്മാവ് മാത്രമല്ല ശരീരമുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ മാത്രം പോരല്ലോ. ആത്മീയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശാരീരികമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അതൊരു പ്രതീകമാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രതീകമാണ്. നമ്മൾ കൈകൾ തന്നിരിക്കുന്നു, കൈകൾ ഉപയോഗിച്ച് നമ്മൾ അധ്വാനിക്കുന്നു. അപ്പം ഈ കാണാവുന്ന തരത്തിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, കണ്ണ് കാണാവുന്നവർക്ക് തന്നെ കാണാം. അത് എല്ലാം ആധ്യാത്മിക കാഴ്ച മാത്രമല്ലല്ലോ, ശാരീരികമായ കാഴ്ചയുണ്ട്. അപ്പോൾ ഭൗതികമായ സംഗതികൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ആത്മീയ സന്ദേശം കൈമാറുക. അങ്ങനെയാണ് ഈ ലോകത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ചില ദിവസങ്ങളിൽ പ്രത്യേക തരം തൊപ്പി വെച്ച് വരും. രാജ്യഘട്ടിൽ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ തൊപ്പി, അതിലെല്ലാം സന്ദേശമുണ്ട്. അത് അങ്ങനെയാണ്. അതിൻ്റെ ചില കളറുകൾ, ഇപ്പോൾ ചില മതങ്ങൾക്ക് ചില കളറുകൾ പ്രത്യേകത സവിശേഷതയുള്ളതാണ്. അതിലൂടെ സന്ദേശം അവർ കൈമാറുന്നു. അപ്പം ഇങ്ങനെ വർണ്ണം അല്ലെങ്കിൽ ഭൗതികമായ വസ്തുക്കൾ അല്ലെങ്കിൽ തലപ്പാവ്, ഇങ്ങനെയുള്ളതിനെല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഈ കസേരയ്ക്ക് എന്താണ് അർത്ഥം? ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്, വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിച്ച് നിർത്തുന്ന പത്രോസിൻ്റെയും പിൻഗാമികളുടെയും ദൗത്യത്തിൻ്റെ ഒരു പ്രതീകമാണിത്. വിശ്വാസത്തിലും സ്നേഹത്തിലും എല്ലാ ക്രിസ്തുവിൻ്റെ അജഗണങ്ങളെ മുഴുവൻ സ്നേഹത്തിലും വിശ്വാസത്തിലും ഒന്നിപ്പിച്ച് നിർത്തുന്ന പത്രോസിൻ്റെ പിൻഗാമികളുടെയും ദൗത്യത്തെ ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ പത്രോസിൻ്റെ സിംഹാസനം എന്നാണ്. ഞാൻ ഈ പത്രോസ് സിംഹാസനത്തിൻ്റെ 1-2 കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പത്രോസിന് ഇന്നത്തെ വായന, 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. നിങ്ങളിലുള്ള പുരോഹിതന്മാരെ, പ്രസ്ബിറ്ററോയ്, ഒരു സഹപുരോഹിതനും, സിം പ്രസ്ബിറ്ററോസ്, പത്രോസ് അങ്ങനെ പറയണേ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് ദൃക്സാക്ഷിയും വെളിപ്പെടാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പത്രോസ് പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങളിലുള്ള പുരോഹിതന്മാരെ, ഒരു സഹപുരോഹിതനും, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് ദൃക്സാക്ഷിയും
വെളിപ്പെടാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പത്രോസ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മേൽ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം സന്മനസ്സോടെ, ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. ഇടവകകളുടെ മേൽ, അങ്ങനെയാണ് സത്യവേദപുസ്തകത്തിൽ കിടക്കണേ. ക്ലേരോൺ എന്നാണ് ഗ്രീക്ക് വാക്ക്. അതിന് ഓഹരി, അജഗണം എന്നൊക്കെ അർത്ഥം. ഓഹരി അതായത് വികാരിയച്ഛന്, പുരോഹിതന് ഓഹരിയായിട്ട് നൽകിയിരിക്കുന്ന ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആധിപത്യം പുലർത്തുന്നവരായിട്ടല്ല, മറിച്ച് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിക്കൊണ്ട് അവർക്ക് അധ്യക്ഷത ചെയ്യുവൻ. എപ്പിസ്കോപ്പയോ അധ്യക്ഷത, ഇടവക ജനത്തിന്റെ അധ്യക്ഷത വഹിക്കുക. എന്തില്? ലിറ്റർജിയില്, അതുപോലെ മറ്റു കാര്യങ്ങളിലും. അങ്ങനെ ചെയ്താൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇടയശ്രേഷ്ഠൻ ആരാണ്? ദ ചീഫ് ഷെപ്പേർഡ്, യേശു പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം ലഭിക്കും. നമുക്ക് ഈ എത്ര മനോഹരമാണ് തിരുവചനം. അപ്പസ്തോലിക പിന്തുടർച്ച, അതായത് കൗദാശിക പിന്തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ തത്വമാണ് അപ്പസ്തോലന്മാരിൽ പ്രഥമനായ പത്രോസ് ഇവിടെ നൽകുന്നത്. യേശുവിന് ഒന്നാമത്തെ അപ്പസ്തോലനാണല്ലോ പത്രോസ്. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് സഹപുരോഹിതൻ എന്നാണ്. അതായത് അപ്പസ്തോലൻ എന്നുള്ള ആ സ്വത്വത്തോട് പൗരോഹിത്യ സത്തയെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് പത്രോസ്. അപ്പസ്തോലിക സത്തയോട് പൗരോഹിത്യ സത്തയെ സംയോജിപ്പിച്ചിരിക്കുക. അപ്പസ്തോലനായ ഞാൻ സഹപുരോഹിതൻ എന്ന നിലയിൽ പുരോഹിതന്മാരെ പഠിപ്പിക്കുന്നു. പ്രഥമ അപ്പസ്തോലനായ ഞാൻ നിങ്ങളുടെ സഹപുരോഹിതൻ എന്ന നിലയിൽ നിങ്ങളിലുള്ള പുരോഹിതന്മാരെ പഠിപ്പിക്കുന്നു. അപ്പൊ അപ്പസ്തോലനും പൗരോഹിത്യ സത്തയും ഒന്നാക്കിയിരിക്കുകയാണ് പത്രോസ്. അതിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പസ്തോലന്മാരിൽ നിന്ന് പുരോഹിതന്മാരിലേക്ക് പാലം വെച്ചിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയും പുരോഹിതന്മാരുടെ ശുശ്രൂഷയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. 3, അപ്പസ്തോലന്മാരെ യേശു ഭരമേൽപ്പിച്ച ദൗത്യം ഇപ്പോൾ പുരോഹിതന്മാരിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ പൗരോഹിത്യമല്ല കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ആ പൗരോഹിത്യം കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ഹെബ്രായ ലേഖനം പറഞ്ഞിട്ടുണ്ട്. കൈമാറ്റം ചെയ്യാൻ കാര്യമില്ല. കാരണം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒറ്റ പുരോഹിതനേ ഉള്ളൂ, ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. നമ്മൾ വൈദികരെന്ന് വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. ഇത് ഞാൻ 4-5 വീഡിയോസിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ യേശുവിന്റെ പൗരോഹിത്യമല്ല കൈമാറ്റം ചെയ്യപ്പെടുന്നത്. യേശു അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച ദൗത്യമാണ് പുരോഹിതന്മാരിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. യേശു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. ആ പിതാവിന്റെ ദൗത്യമാണ് പുത്രൻ ചെയ്തത്. ആ പുത്രൻ ആ ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നു. ആ അപ്പസ്തോലന്മാര് അവരുടെ ദൗത്യം പുരോഹിതന്മാർക്ക് കൈമാറുന്നു. മനസ്സിലായോ? പിതാവ് ദൗത്യം പുത്രനെ ഏൽപ്പിച്ചു, പുത്രൻ ആ ദൗത്യം പൂർത്തിയാക്കി അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു, അപ്പസ്തോലന്മാര് പുരോഹിതന്മാർക്ക് ഏൽപ്പിക്കുന്നു. യേശു അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച ദൗത്യം ആ അപ്പസ്തോലന്മാര് പുരോഹിതന്മാർക്ക് കൈമാറിയിരിക്കുന്നു. പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ തിരുവചന അടിത്തറയും നിർവചനവും ദൈവശാസ്ത്രവും ഇവിടെ നമുക്ക് കാണാം. അപ്പസ്തോലനായ പത്രോസ് സഹപുരോഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ അവർക്ക് ഇരുവർക്കും, അതായത് അപ്പസ്തോലന്മാർക്കും പുരോഹിതന്മാർക്കും ഒരേ ശുശ്രൂഷയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കിയിരിക്കുക. അപ്പസ്തോലനായ പത്രോസ് സ്വയം സഹപുരോഹിതൻ എന്ന് വിളിക്കുന്നതിലൂടെ അവർക്കിരുവർക്കും, അപ്പസ്തോലന്മാർക്കും പുരോഹിതന്മാർക്കും ഒരേ ഒരു ശുശ്രൂഷയാണുള്ളതെന്ന് വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, അപ്പസ്തോലന്മാരിൽ നിന്ന് പുരോഹിതന്മാരിലേക്കുള്ള പിന്തുടർച്ച ഭംഗം വരാതെ ഉള്ളതായിരിക്കണമെന്ന്, അതായത് ദൈവപിതാവ്, പുത്രൻ തമ്പുരാൻ, അപ്പസ്തോലന്മാര്, പുരോഹിതന്മാര്, ഇങ്ങനെ ഒരു ശ്രേണിയുണ്ട്, ഒരു ശൃംഖലയുണ്ട്. അതിന് ഭംഗം വരാതെ ഇരിക്കണമെന്നും പത്രോസ് വെളിപ്പെടുത്തുകയാണ്. തീർന്നില്ല, മേയിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പത്രോസ്. സഭയിലെ പുരോഹിതന്മാരോട് പറയാം മേയിക്കുക. യേശു തന്നെ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ സുവിശേഷം 21 15 മുതൽ 17 വരെ, ഇവരെക്കാളധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പരിപാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. യേശു പത്രോസിനെ മേയ്ക്കുക എന്നുള്ള പറഞ്ഞ വാക്കുപയോഗിച്ചിട്ടാണ് അജഗണത്തെ ഏൽപ്പിച്ചത്. ആ അപ്പസ്തോലൻ, ആ പത്രോസ് പുരോഹിതന്മാരോട് പറയാണ് മേയ്ക്കുക, നിങ്ങളുടെ അജഗണങ്ങളെ, ഇടവക ജനങ്ങളെ മേയ്ക്കുക. യേശു പത്രോസിനെ ഏൽപ്പിച്ച അതേ ദൗത്യം, മേയ്ക്കുക എന്ന ദൗത്യം പത്രോസ് പുരോഹിതന്മാരെ ഏൽപ്പിക്കുന്നു.
ഇത് ഈ 1 പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2:25 വളരെ മനോഹരമായിട്ടുള്ളൊരു വചനം കിടപ്പുണ്ട്. എന്താണ്? ക്രിസ്തുവിനെ ആത്മാക്കളുടെ ഇടയനും മെത്രാനും എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ സത്യവേദ പുസ്തകത്തിലും കാണാതെ ക്രിസ്തു ആത്മാക്കളുടെ ഇടയനും മെത്രാനുമാണ്. അതെ, യേശു ആത്മാക്കളുടെ മെത്രാനാണ്, യേശു ആത്മാക്കളുടെ ഇടയനാണ്. ആ ഇടയനും മെത്രാനുമായ യേശു ക്രിസ്തു പത്രോസിനോട് മേയിക്കാൻ പറയുന്നു. ആ പത്രോസ് പുരോഹിതന്മാരുടെ മേയിക്കാൻ പറയുന്നു. തീർന്നില്ല. ക്രിസ്തുവിനെ ഇടയ ശ്രേഷ്ഠൻ എന്നാണ്, ചീഫ് ഷെപ്പർഡ് എന്നാണ് പത്രോസ് തന്റെ ലേഖനം 5:1 ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടത്. ഇടയ ശ്രേഷ്ഠൻ, ചീഫ് ഷെപ്പേർഡ്. അതായത് മെത്രാൻ എന്ന് പറയുന്നത് എപ്പിസ്കോപ്പായി, കാര്യസ്ഥൻ, അധ്യക്ഷൻ എന്ന വാക്കിനെ ഇടയൻ എന്ന വാക്കുമായിട്ട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിനെ 1 പത്രോസ് 2:25 പറയാണ് ആത്മാക്കളുടെ ഇടയനാണ്, ആത്മാക്കളുടെ മെത്രാനാണ്. 1 പത്രോസ് 2:25 യേശു ക്രിസ്തു ആത്മാക്കളുടെ ഇടയനാണ്, ആത്മാക്കളുടെ മെത്രാനാണ്. ആ യേശു ക്രിസ്തു മുഖ്യ ഇടയനാണ്, ഇടയ ശ്രേഷ്ഠനാണ്, ചീഫ് ഷെപ്പേർഡ്. അതായത് മെത്രാൻ എന്ന വാക്ക്, എപ്പിസ്കോപ്പ എന്ന വാക്ക്, കാര്യസ്ഥൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന വാക്കിനെ ഇടയൻ എന്ന വാക്കുമായി ഒന്നാക്കിയിരിക്കുകയാണ് വിശുദ്ധ പത്രോസ്. അപ്പൊ എന്തുണ്ടായി? അതുവരെ മെത്രാൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണു. മെട്രോ എന്ന് പറഞ്ഞാൽ നഗരം. ഇപ്പോൾ മെട്രോ അല്ലേ, ഇപ്പൊ നമുക്ക് മെട്രോ ട്രെയിൻ, മെട്രോ നഗരം. മെട്രോപോലിസ് എന്ന് പറഞ്ഞാൽ വലിയ നഗരം. അതിൽ നിന്ന് മെത്രാപ്പൊലീത്ത, വലിയ നഗരത്തിന്റെ അധ്യക്ഷൻ മെത്രാപ്പൊലീത്ത. ചെറിയ നഗരമാണെങ്കിൽ മെട്രോപൊലിത്ത ഇല്ല, മെട്രോ. അതിൽ നിന്നാണ് മെത്രാൻ. മലയാളം മെട്രോപോലിസ് എന്ന ഗ്രീക്ക് വാക്കാണ്. മെട്രോപൊലിത്ത എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കിന്റെ അതിൽ അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ മെട്രോ എന്ന് പറഞ്ഞാൽ മെത്രാൻ, നഗരത്തിന്റെ മേയർ. ആ നഗരത്തിന്റെ മേയർ എന്നുള്ള അർത്ഥമുള്ള ആ മെത്രാൻ എന്ന വാക്ക് അതിനെ ഇടയനായിട്ട് യേശു എന്ന ഇടയശ്രേഷ്ഠമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ മെത്രാൻ എന്ന വാക്കിന് തന്നെ പുതിയ അർത്ഥം വന്നു. മെത്രാൻ എന്ന ആ സെക്കുലർ അർത്ഥം മാറി ആത്മീയ അർത്ഥമായി. ഈ മെത്രാന്റെ, നഗരത്തിന്റെ മേയർ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരുന്ന വാക്കിന് വിശുദ്ധമായ അർത്ഥം വന്നു ചേരുകയാണ് യേശുവിനെ ആത്മാക്കളുടെ ഇടയനും മെത്രാനും എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ. മെത്രാൻ എന്ന വാക്ക് യേശുവിന് ഉപയോഗിച്ചതിലൂടെ നഗരത്തിന്റെ മേയറെ അല്ല ഉദ്ദേശിക്കുന്നത്, ക്രിസ്തു എന്ന മേയറെയാണ്. ആ ക്രിസ്തു എന്ന മെത്രാന്റെ ദൗത്യം ഇപ്പം നിർവഹിക്കുന്നവരാണ് പുരോഹിതന്മാർ, മെത്രാന്മാർ എന്നാണ് പത്രോസ് പറയണേ. സഹപുരോഹിതൻ എന്ന വാക്ക് അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളെയും ഒന്നിപ്പിച്ചതുപോലെ മെത്രാൻ എന്ന വാക്ക് ക്രിസ്തുവിന്റെ പിൻഗാമികൾ അടയാളപ്പെടുത്തുകയും മെത്രാൻ, പുരോഹിതൻ എന്ന പൗരോഹിത്യ സത്തയുടെ അടിസ്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തില് ഈ പത്രോസിന്റെ സിംഹാസനം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ അപ്പസ്തോലിക പിന്തുടർച്ച, അതായത് കൗദാശിക പിന്തുടർച്ച, പിതാവ് പുത്രൻ അയച്ചു, പുത്രൻ അപ്പസ്തോലന്മാർ അയച്ചു, ആ അപ്പസ്തോലന്മാര് മെത്രാന്മാരെയും പുരോഹിതന്മാരെയും നിയമിച്ച് അയക്കുന്നു. ഈ തുടർച്ച അത് കൗദാശിക തുടർച്ചയാണ്, അപ്പസ്തോലിക തുടർച്ചയാണ്. അതാണ് നമ്മൾ ഏറ്റുപറയുന്നത് പത്രോസിന്റെ സിംഹാസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇരുന്ന് രാജാവായിട്ട് വാഴുന്നതല്ലല്ലോ. പത്രോസിന്റെ ദൗത്യം എന്ന് പറയുന്നത് അന്ത്യോക്യയില്, ഒരുപാട് സ്ഥലത്ത്, ജെറൂസലേമില്, അന്ത്യോക്യയില്, റോമായില്, കോറിന്തോസില്. ഞാനൊരു അതേക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തെക്കുറിച്ച് എൻ്റെ പ്രബോധനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പത്രോസിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത ദൗത്യമാണ്, അതേസമയം ഭരണവുമാണ്. ഇങ്ങനെ ഒരു ഐക്യമില്ലാതെ യേശു സ്ഥാപിച്ച ആ തലവനില്ലെങ്കിൽ നമ്മൾ ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരെ പോലെയും യഹോവ സാക്ഷികളെ പോലെയും 100,000 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകും. അങ്ങനെ മുറിഞ്ഞു പോകാതിരിക്കാനാണ് കാണപ്പെടുന്ന ഒരു തലവനെയും കാണപ്പെടുന്ന ഒരു പ്രതീകത്തെയും യേശു സ്ഥാപിച്ചത്. മാത്രമല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു എന്നാണ് പത്രോസിനോട് പറഞ്ഞത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വേറെ ആർക്കെങ്കിലും യേശു കൈമാറിയിട്ടുണ്ടോ? ഇല്ല. അത് പത്രോസിനും പിൻഗാമികൾക്ക് മാത്രമല്ലേ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് എന്നല്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിനെ മാത്രമേ കൈമാറിയിട്ടുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം, ഇന്നത്തെ സുവിശേഷ വായന. ഇത് തിരുവചനമാണെന്ന് അംഗീകരിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നേതൃത്വം, അത് ആധ്യാത്മിക നേതൃത്വം, അതേസമയം തന്നെ ഭരണപരമായ നേതൃത്വം നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ഈ സഭ എന്ന ആ അദൃശ്യ സ്വത്വത്തിന് ദൃശ്യമായ ഒരു രൂപമുണ്ടാകും. ദൃശ്യമായ, അതായത് സഭ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ആ സഭ എന്ന് പറഞ്ഞ അദൃശ്യമായ യാഥാർത്ഥ്യത്തിന് ഇങ്ങനെ ഒരു ദൃശ്യമായ തലവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു ഐക്യതയുണ്ടാകുമ്പോൾ അതിന് ദേഹമുണ്ടാകും. ദേഹി എന്ന് പറയുന്ന കാണാൻ പറ്റത്തിന് ദേഹമുള്ളതുപോലെ സഭ എന്ന ആ അദൃശ്യ യാഥാർത്ഥ്യത്തിന് ദൃശ്യമായ ഒരു ദേഹമുണ്ടാകും. ഈ
ദൃശ്യ തലവനെ അംഗീകരിച്ച് സ്വർഗത്തിൽ താക്കോലുകൾ യേശു നേരിട്ട് കൈമാറിയ പത്രോസിനോടും പത്രോസിന്റെ പിൻഗാമികളോടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ അദൃശ്യ സഭയ്ക്ക് ദൃശ്യമായ ശരീരമുണ്ടാകും. അങ്ങനെ അദൃശ്യമായ സഭ മാംസം ധരിക്കും. അതാണ് ലോകത്തിനുള്ള ദൈവം അല്ലെ യേശു പറഞ്ഞല്ലോ. ആ ഐക്യതയിലൂടെയാണ് യേശുവിനെയാണ് പുത്രൻ രക്ഷകനായിട്ട് അയച്ചെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. ഈ ദൃശ്യമായ ഐക്യത്തിലൂടെ വേണം ലോകം തിരിച്ചറിയാൻ, അതായത് പുത്രനെ അയച്ചു, പിതാവ് അയച്ചുവെന്നും അവൻ ഈ രക്ഷാകര കൃത്യം ചെയ്തുവെന്നും. ആ ദൃശ്യമായ ഐക്യം ഉണ്ടാകണമെങ്കിൽ ദൃശ്യമായ ഈ പ്രതീകങ്ങൾ വേണമെന്ന് കർത്താവ് തന്നെയാണ് നിശ്ചയിച്ചത്. കർത്താവ് തന്നെയാണ് സ്വർഗ്ഗ താക്കോലുകൾ പത്രോസിന് കൈമാറിയത്. അത് പത്രോസിനും പത്രോസിന് പിൻഗാമികൾക്കും വേണ്ടിയാണെന്ന് പത്രോസ് തന്നെ വെളിപ്പെടുത്തുന്ന തിരുവചനമാണ് നമ്മൾ കേട്ടത്. ഈ തിരുവചനങ്ങളോട് തുറവിയുള്ളവരായിട്ട് ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് ധിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും കാലയളവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യം ചിന്ന ഭിന്നമായി കിടക്കുകയാണ്. അത് തിരിച്ചു വരാൻ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തു പോയിട്ടുള്ളവരും ഈ ഐക്യത്തിലേക്ക് തിരിച്ചു വരാൻ, അത് കുറച്ച് ഒരു ഹൃദയ തുറവിയോടെ സംഭവിച്ചാൽ നമ്മൾ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഈ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെക്കുക. തിരുവചനങ്ങളോട് തുറവിയുള്ളവരായിട്ട് ഈ ദൃശ്യമായ ഐക്യത ഉണ്ടാകാൻ, അദൃശ്യമായ സഭ മാംസം ധരിക്കാൻ, ഈ ദൃശ്യമായ അടയാളത്തിലേക്ക് വരാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അങ്ങനെ ഐക്യതയിൽ നിൽക്കാം. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അതൊന്നും മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ പറ്റുമോ? പത്രോസിന് കുറ്റമുണ്ടായിരുന്നില്ലേ? പൗലോസിന് കുറവുണ്ടായിരുന്നില്ലേ? എന്നിട്ടും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ? അപ്പോൾ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുറ്റം കണ്ടുപിടിക്കാം. മറിച്ച് ഐക്യത്തിന് വേണ്ടി നിലകൊള്ളാനാണെങ്കിൽ ഇഷ്ടം പോലെ മേഖലകൾ ഐക്യത്തിനായിട്ടുമുണ്ട്. അതുകൊണ്ട് കുറ്റങ്ങൾ കാണാൻ തീർച്ചയായിട്ടും വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കണം. പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവിടത്ത് നിൽക്കുകയും വേണം. അങ്ങനെ ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഈ കാലയളവിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഐക്യതയിൽ നിൽക്കുക. അങ്ങനെ സംഭവിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. തുറന്ന ഹൃദയത്തോടെ ഈ ഞാൻ പറയുന്ന വചനങ്ങളും കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും പരിശ്രമിക്കാം.